ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഒരു 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഇതിപ്പം ഞാൻ പരിപ്പ് കറി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓറഞ്ച് കളറുള്ള പരിപ്പില്ലേ, അത് ഞാനെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഇത് പെട്ടെന്ന് വേകുമല്ലോ. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടാൻ പോകുന്നത് പാലക്കില്ലേ, പാലക്കിൻ്റെ ഇല വെച്ചിട്ട് ചെയ്യുന്ന പരിപ്പ് കറിയാണ്. കാരണം പാലക്കാവുമ്പോഴത്തേ അതിന് ഇല ആയതുകൊണ്ട് അതിനും വലിയ വേവില്ല, ഓറഞ്ച് പരിപ്പായതുകൊണ്ട് ഇതിനും വലിയ വേവില്ല. അതുകൊണ്ട് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചിടുകയാണ് ചെയ്തത്. പാലക്ക് അതിൻ്റെ അകത്ത് അത്യാവശ്യം മണ്ണും ഒക്കെ ഉണ്ടാകും. ഇവിടെ നിന്നാകുമ്പം മണലിൻ്റെ തരിയൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും വാഷ് ചെയ്യണം. ശരിക്കും വാഷ് ചെയ്താൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ മണ്ണിൻ്റെ തരി ഫീൽ ചെയ്യും. അതുകൊണ്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ മാക്സിമം അത് ക്ലീൻ ആക്കുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ആ റബ്ബർ ബാൻഡ് ഇട്ട ഒരു പോർഷൻ ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, കാരണം അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മണ്ണുണ്ടാവുക. എന്നിട്ട് ബാക്കിയുള്ളത് നന്നായിട്ട് വെള്ളത്തിൻ്റെ അകത്ത് ഒരു 3-4 തവണ കഴുകിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒരു 2-3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഇപ്പോൾ ചേർത്തത് ചെറിയ ജീരകമാണ്. ഇതിപ്പോൾ പരിപ്പ് വർഗ്ഗം ആയതുകൊണ്ട് എപ്പോഴും ചെറിയ ജീരകം ചേർക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഗ്യാസൊക്കെ കിട്ടൂലേ, അതില്ലാണ്ടാവാൻ അത് ബെസ്റ്റാണ്. പിന്നെ ഒരു പകുതി സവോള കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് അത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ മതി. അന്നേരം തന്നെ ഇത് നന്നായിട്ട് വേകും. ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇനി ഇതിനൊന്ന് നമുക്ക് കടുക് പൊട്ടിച്ചിടണം. കടുകല്ല, ശരിക്കും പരിപ്പ് കറിക്കൊക്കെ ശരിക്കും ജീരകം പൊട്ടിക്കുന്നതാണ് നല്ലത്. അന്നേരം നല്ലൊരു ഫ്ലേവർ വരും. ശരിക്കും നോർത്ത് ഇന്ത്യൻസ് നമ്മളിവിടെ എണ്ണ ഒഴിച്ചതിന് പകരമായിട്ട് അവർ നെയ്ക്കകത്താണ് ഇത് കടുക് അതായത് ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്, നെയ്യും ജീരകവും കൂടെ ഒന്ന് പൊട്ടുന്നത്. പക്ഷേ ഇവിടെ ഇച്ചാനത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ചത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 2 വറ്റൽമുളക് കൂടെ ചേർക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് മുളക് ചേർത്തിട്ടില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേവിക്കാൻ വെക്കുമ്പം തന്നെ അതിൻ്റെ അകത്തോട്ട് മുളക് ചേർക്കാം. ഇവിടെ സീക്കൊക്കെ കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് ഞാൻ മുളക് ചേർക്കാത്തത്. ഈ കടുക് പൊട്ടിച്ചപ്പോൾ മാത്രം മുളക് ചേർത്തത്. എന്നിട്ട് 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിടുക. ഈ വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് വഴലുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല, കാരണം ഓൾറെഡി ഇതൊരു ഇലക്കറിയല്ലേ, അതായത് പരിപ്പിൻ്റെ അകത്ത് ഇലവർഗ്ഗങ്ങളല്ല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ കറിവേപ്പില ഇടാത്തത്. വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് വേണം എന്നാണെന്നാണെങ്കിൽ ഇടാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട്, അതായത് കടുക് പൊട്ടിച്ചതിൻ്റെ അകത്തോട്ടാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് നമ്മൾ ഡയറക്റ്റ് കുക്കറിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കുന്നതിനെക്കാട്ടിലും ഇത് കുറച്ചും കൂടെ വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് തേങ്ങയും കൂടെ അരച്ചൊഴിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പോഴും തേങ്ങ അരച്ച പരിപ്പ് കറി കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പം തേങ്ങ ഒരു പിടി തേങ്ങ, കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് ജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് ജീരകവും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണേ. ഈ അരച്ചെടുത്തത് നമ്മളിപ്പം ചീനച്ചട്ടിക്കകത്തോട്ട് എല്ലാം കൂടി ഒഴിച്ചല്ലോ, ഇതിൻ്റെ അകത്തോട്ട് ആ തേങ്ങ അരച്ച കൂട്ടുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് വരണം. ഇല്ലെന്നാണെങ്കിൽ കറി നമ്മൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ചൂടും കൂടെ അല്ല, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും. അതുകൊണ്ട് ഈ തേങ്ങയുടെ കൂട്ടും കൂടെ ഒന്ന് നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് നന്നായി മിക്സാക്കി ചൂടാക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മേലെ ഒന്നുകൂടെ കടുക് പൊട്ടിച്ച് ഒഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരും. പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ കറി. പിന്നെ ഞാനൊരു കട്ടൻ ഇടുമായിരുന്നു. അത് ഇടാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇച്ചായനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നേരം അവിടെ നിന്ന് കിട്ടിയ ഒരു ചായ ഡിപ് ടീയില്ലേ, അതിൻ്റെ ഒരു ബാഗാണ്. ഇതിൻ്റെ അകത്ത് ഫ്ലേവേഴ്സ് നമ്മുടെ കാടമും നമ്മുടെ ഏലക്കയും സാഫ്രോണും പിന്നെ സിനമനും എല്ലാം ഉണ്ടെന്നുള്ളത് അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഈ ഡിപ് ടീയും ഇട്ട് എടുക്കുക. ഇത് ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ കട്ടൻ ചായ ആക്കി കഴിഞ്ഞ് അതിൻ്റെ അകത്തോട്ട് ഈ പാലൊഴിക്കാതെ നമ്മൾ മസാല ടീ ആക്കൂലേ,
ആ ഒരു ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. പിന്നെ ഇച്ചാൻ്റെ ഓഫീസിലേക്ക് ഒരു കേക്ക് ആക്കി കൊടുക്കാനുണ്ടായിരുന്നു. ഇത് ഞാൻ ആക്കിയിരിക്കുന്നത് മിൽക്ക് കേക്കില്ലേ, അതായത് ട്രസ്ലെച്ചസ് കേക്ക് എന്നൊക്കെ പറയുന്നത്, ആ മിൽക്ക് കേക്കിനെ ഞാൻ നോർമൽ കേക്ക് പോലെ ആക്കിയെടുത്തതാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മിൽക്കാണ്. അത് കട്ട് ചെയ്തപ്പോൾ കുറച്ച് ലീക്കായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിപ്പം ഇച്ചാൻ്റെ അവിടെ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അവിടെ ഓഫീസിൻ്റെ മേലെ പൂളുണ്ട്. സിയയ്ക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം, ഇപ്പോഴത്തെ ചൂടും കൂടെ അല്ലേ, നേരം കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കൂളായിട്ടിരിക്കട്ടെ എന്നും കൊണ്ട് അങ്ങനെ നമ്മൾ അവിടെ കൊണ്ടുപോയതാണ്. ഇത് മേലേന്ന് കാണുമ്പോഴുള്ള വ്യൂ ആണ്. ഞാൻ പിന്നെ അവിടെ എനിക്ക് കേക്കിൻ്റെ വർക്ക് ഞാൻ അവിടെ നിന്നായിരുന്നേ ചെയ്തത്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് സാധനങ്ങൾ കേക്കിനുള്ളത് ഉണ്ടാക്കാനുള്ളതെല്ലാം കൂടി എടുത്തിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ആകുമ്പോൾ പിന്നെ ഇവിടുന്ന്, അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പിന്നെയും സാധനം എടുത്തുകൊണ്ട് പോകണ്ടല്ലോ, ഓൾറെഡി നമ്മൾ പോകുന്നത് കൊണ്ട് അവിടെ ഉണ്ടാക്കി അവിടുത്തെ ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ കൊച്ചും അപ്പനും കൂടെ കുറേ നേരം പൂളിൽ കളിച്ച് ആ സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ കേക്ക് ആക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ കേക്ക് ആക്കിയതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം എല്ലാം കൂടെ പെട്ടെന്ന് തീർക്കേണ്ടതായതുകൊണ്ട് പിന്നെ ഷൂട്ട് ചെയ്യാനും നിന്നില്ല. അതുമല്ല ഇവിടെ നിന്ന് ഞാൻ ട്രൈപോഡൊന്നും എടുക്കാണ്ടാണ് പോയത്, ക്യാമറ എടുത്തില്ല, ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും ഫോണിലെടുത്ത വീഡിയോസാണ്, അതുകൊണ്ട് ഞാൻ കേക്ക് ഉണ്ടാക്കിയ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഇത് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ ലുലുവിൽ ഇങ്ങനെ ഒരു ചെയറുണ്ട് കേട്ടോ, അതായത് ഇതിനകത്ത് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അത് ആടും, അതിൻ്റെ അകത്ത് സൗണ്ടൊക്കെ കേൾക്കും. പക്ഷേ സൗണ്ട് കേൾക്കുന്ന ഇവർക്ക് പേടിയാണ്. പക്ഷേ ഇതിനെ കണ്ട ക്യാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മേലെ കയറി ഇരിക്കുകയും ചെയ്യണം. അങ്ങനെ ലുലുവിൽ പോയപ്പം ജസ്റ്റ് എടുത്തൊരു വീഡിയോയാണ് ഇത്. പിന്നെ ഞാൻ ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ, ഞാൻ കടുമ്പാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തീയൽ വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 1 കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം. ഞാൻ ഓൾറെഡി കടുമ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട്, ചാനലിൽ ഓൾറെഡി അത് കിടപ്പുണ്ട്. കറക്റ്റ് ഡീറ്റെയിൽ വീഡിയോ വേണമെന്നാണെങ്കിൽ അത് നോക്കിയാൽ മതിയേ. ഇതിപ്പോൾ കടുമ്പിൻ്റെ ആ വെള്ളം തിളച്ച് വരുന്നതിൻ്റെ അകത്തോട്ട് ഞാനിപ്പം ഉപ്പായിട്ടത്, അതായത് നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ എന്തിനാണെന്ന് വെച്ചാൽ അത് കുഴച്ച് വരുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അത് നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടിയിടാം. ഞാൻ പൊടി ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുട്ടുപൊടിയെക്കാട്ടിലും കുറച്ചും കൂടെ തരിയായിട്ട് പൊടിച്ച് കിട്ടുന്ന, അതായത് ഇതിപ്പം ഞാൻ ഇവിടെ നമുക്ക് കടുമ്പിൻ്റെ പൊടി കിട്ടൂല ദുബായിലേ. അപ്പം ഞാൻ ഇവിടെ എടുക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മളുടെ റവ ഇഡ്ഡലി ആക്കാൻ വേണ്ടിയിട്ട് റൈസിൻ്റെ റവ ഇഡ്ഡലിയുടെ പൊടിയുണ്ട്. അത് പ്രത്യേകം നോക്കിയെടുക്കണം. റൈസിൻ്റെ ഉണ്ട്, റവയുടേതും ഉണ്ട്. അപ്പം റൈസിൻ്റെ പൊടി തന്നെ നോക്കിയെടുക്കുകയാണെങ്കിൽ അത് ഈ കടുമ്പിന് പറ്റിയ പൊടിയാണ്. എന്നിട്ട് അതെടുത്ത് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യുക. അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഹാർഡായിട്ട് വരും. അതായത് ആ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് അതൊന്ന് കുറുകി അത്യാവശ്യം ഒരു മാവ് പരുവത്തിലേക്ക് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഈ ഒരു പരുവാകും. അന്നേരത്തേക്ക് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യിൽ മാവ് എടുത്തിട്ട് ഉണ്ട പിടിച്ചിട്ട് നമുക്കത് വേഗം വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണേ, കാരണം ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ വേഗാണ്ട് മാവ് കിടപ്പുണ്ടെങ്കിൽ, അതുകൊണ്ട് ശരിക്കും മിക്സാക്കി കൊടുത്ത ശേഷം നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇതിപ്പം ഏതാണ്ട് അത്യാവശ്യം നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ മാത്രം ഇത് തണുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ്. കൈ ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടാതെ ഇത് നന്നായിട്ട് ഉരുണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാനെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ മേലെ ഒരു സ്റ്റീമറിൻ്റെ തട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ആ ഉരുട്ടിയെടുത്തതുണ്ടല്ലോ അതെല്ലാം കൂടെ സ്റ്റീമറിൻ്റെ അകത്ത് വെച്ചിട്ട് നന്നായിട്ടൊരു 10-15 മിനിറ്റേലും ആവി കയറി വരണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റാണ്. അല്ലാതെ ഇപ്പം നമ്മൾ കൊഴുക്കട്ടയാക്കുന്ന പോലെ ഹാർഡൊന്നും ആയി വരില്ല. കാരണം ആ തരിയായിട്ടുള്ള അരിപ്പൊടി ആയതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള കടുമ്പ് നമുക്ക് കിട്ടും. ഇത് ഞാൻ ശരിക്കും ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റേ നമ്മളുടെ വെള്ളക്കടലയില്ലേ, കാബൂളി കടല,
അതെടുത്തിട്ട് അതിൻ്റെ കറിയാക്കുന്നത്. ഇതിപ്പം ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിട്ട് ഒരു നമ്മളുടെ ബേ ലീഫില്ലേ അതിടുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇപ്പം മറ്റേ വലിയ ജീരകമില്ല, പെരുംജീരകം, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഇപ്പം ഇടുന്നില്ല എന്നാണെങ്കിൽ പിന്നീട് നമ്മൾ അതിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ പൊടിയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ അത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. പിന്നെ കുറച്ച് സാൽമൺ ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു 3-4 പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വറക്കുക എന്ന് പറഞ്ഞാൽ ഈ സാൽമൺ ഫിഷ് അധികം നമ്മൾ മസാല ഇട്ട് അങ്ങനെ വറക്കുന്നതിനെക്കാട്ടിലും അത് അധികം വേവില്ലാത്ത ഫിഷും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ മസാല മതി. ഞാനിവിടെ ഇപ്പം എല്ലാത്തിലും മേലെ ഒന്ന് ഉപ്പ് സ്പ്രിങ്കിളാക്കി കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഉപ്പ് സ്പ്രിങ്കിളാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ചെറുതായിട്ട് സ്പ്രിങ്കിളാക്കി കൊടുത്ത് കുറച്ച് നാരങ്ങ നീരും കൂടെ 2 സൈഡും ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊരു 15-20 മിനിറ്റ് ഞാനൊന്ന് മാരിനേറ്റായി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരത്തേക്കും കടല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തുനിന്ന് മസാല റെഡിയാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ജീരകം ഇട്ടാണ് കേട്ടോ പൊട്ടിച്ചത്. ഇതിന് പകരം കടുക് വേണമെങ്കിൽ ഇടാം. ഒക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പം ജീരകം ഇട്ടെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്തോട്ട് ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വന്നതും അതിൻ്റെ അകത്തോട്ട് ഒരു സവോള അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇത് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തത് കൊണ്ട് അത് ആ ചട്ടിയുടെ അടിയിലൊക്കെ കുറേശ്ശെ പറ്റി പിടിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പം ഈ തക്കാളിയുടെയും എല്ലാത്തിനും കൂടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ചെല്ലുമ്പോഴത്തേക്കും അത് അത്തേന്ന് ഓട്ടോമാറ്റിക്കലി വിട്ടു വന്നുള്ളൂ കേട്ടോ. അല്ലാതെ അത് കരിഞ്ഞു പിടിച്ചു എന്നും പറഞ്ഞ് പെട്ടെന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഇതൊന്ന് വഴണ്ട് വന്ന് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിടാം. ഇല്ലെന്നാണെങ്കിൽ നമ്മൾ പച്ചമുളക് ഉണ്ടെന്നാണ് പച്ചമുളക് കീറിയിടും. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ പച്ചമുളകല്ല ഇട്ടത്, പകരം അതിനും കൂടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിഞ്ഞ് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ ഇത് വേവിക്കാൻ വെച്ച സമയത്ത് തന്നെ ഹോൾ സ്പൈസസ് എല്ലാം കൂടെ ഇടുവാണ്. അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെ എല്ലാം കൂടെ ആ വഴനയിലയുടെ ഒപ്പം തന്നെ ഇടുമായിരുന്നു എങ്കിൽ ഇപ്പം ഗരം മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ വേവിച്ച് വെച്ച കടലയുണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ കൂടിയും അതെല്ലാം ഒന്ന് ശരിക്കും നന്നായിട്ട് കമ്പൈനായി വരും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് എല്ലാം മസാല പിടിക്കുന്നത് വരെ വെക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഞാനെടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. എനിക്ക് കറി കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എനിക്ക് കറി കുറച്ചും കൂടെ കിട്ടുകയും ചെയ്യും. എന്നാൽ പിന്നെ കറി ഒത്തിരി അങ്ങ് വെള്ളം നീണ്ടു പോയി കിടക്കുന്ന പോലെ വരത്തുമില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പില നമുക്ക് തുടക്കത്തിൽ കടുക് പൊട്ടിക്കുമ്പോൾ വേണമെങ്കിൽ ഇടാം, പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഇട്ടത്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു മസാലയുടെ കുത്തൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗരം മസാല ഞാനിവിടെ പൗഡറായിട്ടല്ലേ ഇട്ടത്, അതുകൊണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. പിന്നെ അന്നേരത്തേക്കും അവിടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയി. നേരത്തേക്കും ഞാനൊരു പാൻ എടുത്തിട്ട് കുറച്ച് മാത്രമേ എണ്ണ യൂസിച്ചുള്ളൂ. കാരണം ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് സാൽമൺ ഫിഷ് ആയതുകൊണ്ട് അതിന് തന്നെ അത്യാവശ്യം നെയ്യുണ്ട്. അതുകൊണ്ട് കുറച്ച് മാത്രം എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചിട്ട് ഉപ്പും കുരുമുളകും മാത്രം തേച്ച് വെച്ച സാൽമൺ ഫിഷ് ഉണ്ടല്ലോ അതെടുക്കുക. ഇത് പിന്നെ അധികം വേവില്ല. ജസ്റ്റ് ഇതിന് ഒരു സൈഡ് ഒരു 2 മിനിറ്റ് മറ്റേ സൈഡ് ഒരു 2 മിനിറ്റ് മറിച്ചും തിരിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ വേകും. അത്രേ ഇതിന് വേവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാൽമൺ ഫിഷും റെഡിയായി. അപ്പം ഇതായിരുന്നു നമ്മളുടെ
ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. കടുമ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു ഡിന്നർ. പിന്നെ വീഡിയോ ഉള്ളത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് മോർണിംഗിലെ കാര്യമാണിത്. ഇതിപ്പം ഞാൻ ഒരു പുട്ടുണ്ടാക്കേണ്ടത്, കാരണം കടലക്കറി ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓട്സും രാഗിയും കൂടെ വെച്ചിട്ടൊരു പുട്ടാക്കാൻ വേണ്ടിയിട്ട്, ഓട്സ് പുട്ട് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് എങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എന്തോരം ആവശ്യമുണ്ടോ അത്രയും ഓട്സ് ഞാൻ ആദ്യം എടുത്തു. എന്നിട്ട് മിക്സിക്കകത്തിട്ട് ശരിക്കും അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒത്തിരി നൈസായിട്ട് പൊടിയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു വരിക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ രാഗിയുടെ പൊടി, അതായത് മുത്താറിയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. എൻ്റെ കയ്യിൽ കുറച്ച് മുളപ്പിച്ച രാഗിയുടെ പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതായത് നമുക്ക് പുട്ടിന് ആവശ്യത്തിന് എന്തോരം ഉപ്പുണ്ടോ അത്ര ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നനച്ചെടുക്കണം. പക്ഷെ നനച്ചെടുക്കുമ്പം അത്യാവശ്യം നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ട പൊടികളല്ല, അതായത് നമ്മുടെ രാഗിയുടെ പൗഡറും അതുപോലെ ഓട്സിൻ്റെ പൗഡറും നന്നായിട്ട് വെള്ളത്തിൽ നനഞ്ഞു വരണം. ആ രീതിയിൽ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുക. അത് നനച്ചെടുക്കുമ്പോഴത്തേക്കും വെള്ളം കൂടിപ്പോകുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട, അത് ശരിയാവും. അത് ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതൊന്ന് നന്നായിട്ട് നനച്ച് എടുക്കുക. എന്നിട്ട് ഇതൊരു മിനിമം 10 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെക്കണേ. മൂടി വെച്ച് കഴിയുമ്പോൾ ഈ പരുവത്തിൽ നമുക്ക് കിട്ടും. എന്നിട്ടിത് വെള്ളം കൂടുതലാണെന്ന് തോന്നിയെന്ന് വിചാരിച്ചോ, അങ്ങനെന്നാണെങ്കിൽ ഇപ്പം നമ്മളിത് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. അങ്ങനെയുള്ളപ്പം അതിൻ്റെ അകത്തോട്ട് ഒരു കുറച്ചും കൂടെ ഓട്സിൻ്റെ, അതായത് മുഴുവനായിട്ടുള്ള ഓട്സ് ഉണ്ടല്ലോ, ആ ഓട്സ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അന്നേരം ആ എക്സസ് ആയിട്ടുള്ള വെള്ളം ആ ഓട്സ് അബ്സോർബ് ചെയ്തോളും. അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൊടി കിട്ടും. അത് മിക്സിയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബാക്കിലേക്ക് അടിക്കുമ്പോൾ എന്നാൽ ട്രിട്ടെന്നാട് വരുമല്ലേ, അങ്ങനെ ഒരു 2-3 തവണ ചെയ്താൽ മതി, അല്ലാതെ ഫുള്ള് മിക്സിയിലിട്ട് അടിക്കരുത്. എന്നിട്ട് ഈ പരുവത്തിലായിട്ട് നമുക്ക് പൊടി കിട്ടും. പിന്നെ സാധാരണ നമ്മൾ പുട്ടാക്കുന്നത് പോലെ കുറച്ച് തേങ്ങയും പൊടിയും രണ്ടും കൂടെ മിക്സാക്കി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പുട്ടിന് മെയിനായിട്ട് നമുക്ക് ഓൾറെഡി ഇന്നലത്തെ കറി ഉണ്ടായിരുന്നല്ലോ, ഞാനപ്പം ആ കറി ഒന്ന് കടുക് പൊട്ടിച്ചൊന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കടുകും കൂടി ഇട്ടു. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മൾ റെഡിയാക്കി വെച്ച കറി ഉണ്ടായിരുന്നല്ലോ, ആ കറി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി. പിന്നെ ഇത് പുട്ടിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് ഞാനൊരു കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം പുട്ടിന് കുറച്ച് കൂടുതൽ വെള്ളം ഉള്ളതാണല്ലോ, അതായത് ചാറായിട്ടുള്ളതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചാറും കൂടെ, അതായത് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറി റെഡിയായി. പിന്നെ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ഇപ്പം കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ മല്ലിയില അരിഞ്ഞിട്ടത്. പിന്നെ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തേങ്ങയും നമ്മളുടെ പുട്ടുപൊടിയും മിക്സാക്കി അത് രണ്ടും ലെയറാക്കിയിട്ട് ഞാൻ ചിരട്ടപ്പുട്ട് പോലത്തെ പുട്ടിൻ്റെ അകത്ത് ആക്കിയെടുത്തു. ഇവിടെ എൻ്റെ കയ്യിൽ അങ്ങനത്തെ കുറ്റിയാണ് ഉള്ളത്. എന്നിട്ട് പുട്ട് വേവിച്ചെടുക്കുക ചെയ്തത്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അതായത് ജസ്റ്റ് ഒരു 2-3 ദിവസത്തെ കാര്യങ്ങൾ ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.